ലോൺ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡായിട്ടാണ് പൊതുവേ സൊസൈറ്റിയിൽ അറിയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ലോൺ എടുത്തിട്ട് നമ്മൾ വളരെ പോസിറ്റീവ്ലി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ബിസിനസ് ചെയ്യാതെ ബാങ്കിൻ്റെ പൈസ വെച്ച് ബിസിനസ് ചെയ്ത് അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി ബാങ്കിന് തിരിച്ചടയ്ക്കുമ്പം അതാണ് സ്മാർട്ട്നെസ്. ആ ഒരു ഫിനാൻഷ്യൽ സ്മാർട്ട്നെസ് ഉള്ളവർക്ക് ലോൺ ഏറ്റവും നല്ലതാണ്. അതല്ല, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാത്തവർ ലോൺ എടുത്ത് ദൂർത്തടിക്കുകയോ അല്ലെങ്കിൽ നമുക്കറിയത്തില്ലാത്ത ബിസിനസ് ചെയ്യാൻ പോവുകയോ സ്റ്റഡീഡ് അല്ലാതെ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്ത് ഒരു കടക്കണിയിലായി കഴിഞ്ഞാൽ അതിന് ആരെയും കുറ്റം പറയാനില്ല. ഏതെങ്കിലും നിങ്ങളൊരു കസ്റ്റമർ ഒരു റീപേയ്മെൻറ്റിൽ അവൻ വിചാരിച്ച പോലത്തെ ഗ്രോത്ത് ഉണ്ടായില്ല, അവൻ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിലൊക്കെ അവനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അവരുടെ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഒരു MSME ലോൺ എടുത്തിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഹോം ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ടോപ്പ് അപ്പ് ചെയ്ത് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ടെന്യൂർ കൂട്ടാനുള്ളൂ അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് അയാളെ ഒരു കംഫർട്ടബിൾ സോണിൽ എത്തിക്കാൻ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് കിട്ടുമെന്ന് നോക്കിയിട്ടാണ് ഐഡിയയ്ക്ക് വേണ്ടി പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ വളരെ പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ, ഒരു ബിസിനസ് ഐഡിയ, അത് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി നടത്തി ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ബാങ്കിനെ സമീപിക്കാൻ. കാരണം ബാങ്കിൽ ചെന്നിട്ട് അവർ ചോദിക്കുമ്പോൾ ഫണ്ട് വേണമെന്ന് പറഞ്ഞില്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഫണ്ട് വേണമെന്ന് പറയും. എന്ത് ബിസിനസ് എന്ന് ചോദിക്കുമ്പോൾ പോലും ഒരു ഐഡിയ ഇല്ല. അങ്ങനെയല്ല, തിരിച്ചാണ് ചെയ്യേണ്ടത്. നമ്മൾ ബിസിനസ് ഐഡിയ വേണം, അതിൻ്റെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം, അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി വേണം. അതിനുശേഷം നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുമ്പം അതിനൊരു വാലിഡിറ്റി ഉണ്ട്.